യമനിലെ ഹൂതി വിമത സൈന്യത്തെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കും സമുദ്ര വ്യാപാരത്തിനും ഭീഷണിയെന്നും യമൻ, സൗദി, UAE എന്നിവിടങ്ങളിലെ ആക്രമണങ്ങൾക്ക് കാരണം ഹൂതികളെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ചെങ്കടലിൽ US എയർക്രാഫ്റ്റുകൾക്കെതിരെ ഹൂതികൾ നിരന്തര ആക്രമണം നടത്തിയിരുന്നു. 2020 ഇത്തരത്തിൽ ഹൂതി വിമതരെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ട്രംപിന്റെ തീരുമാനം ബൈഡൻ വന്നതോടെ എടുത്തുകളഞ്ഞിരുന്നു. യമനിലെ നിരവധി പ്രദേശങ്ങളുടെ നിയന്ത്രണം ഹൂതി വിമതരുടെ കൈവശമാണ്. ഇവരുമായി സ്ഥിരം ആശയവിനിമയം നടത്തേണ്ടി വരുമെന്നതിനാൽ ഹൂതികളെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ബൈഡൻ ഇവരെ ഭീകര പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ട്രംപ് ആ തീരുമാനം പുനഃസ്ഥാപിക്കുന്നതോടെ ഹൂതികൾക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കുവാൻ US-ന് ഇനി എളുപ്പം സാധിക്കും. അതേസമയം ചൈനയ്ക്ക് നൽകിയ മുന്നറിയിപ്പിന് പിന്നാലെ റഷ്യയ്ക്കും തീരുവ മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നും അധിക നികുതി, തീരുവ തുടങ്ങിയ കർശന സാമ്പത്തിക നടപടികൾ ഏർപ്പെടുത്തുമെന്നുമാണ് ട്രംപിന്റെ ഭീഷണി. US പ്രസിഡന്റായി അധികാരമേറ്റെടുത്ത് 3-ാം ദിവസമാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഫെബ്രുവരി 1 മുതൽ ചൈനീസ് നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് 10% തീരുവ ചുമത്തുന്നത് ആലോചിക്കുമെന്നായിരുന്നു ചൈനയ്ക്ക് നേരെ ട്രംപ് ഉയർത്തിയ ഭീഷണി. മെക്സിക്കോയിലേക്കും കാനഡയിലേക്കും ചൈന ഫെന്റാനിൽ അയക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ തന്റെ ഭരണകൂടവുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ചൈനയെ ചൂഷകരെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്.